പണ്ട് കോളേജ് പഠിച്ചപ്പോ ഒരു ലവറുമായിട്ട് വന്നിരുന്നിട്ട് ഇവിടുന്ന് പോലീസുകാരെ ഏൽപ്പിച്ച് ഓടിച്ചു. റൊമാൻറ്റിക് ആവും ചേട്ടാ ഇതുപോലെ. എനിക്ക് ഗീതാ ഗോവിന്ദം തുടങ്ങിയ സമയത്ത് നമുക്ക് ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു. അന്ന് വിളിക്കുന്ന ഈ കിളവന് വേറെ പരിപാടിയൊന്നും ഇല്ല, ഇപ്പോഴും പ്രേമിക്കണോ? ഇപ്പോഴും പ്രേമിച്ചുകൊണ്ട് കിടക്കുകയാണ്. സീരിയലിലെ മമ്മൂട്ടി ഈ 25 വയസ്സിലെ വിവാഹം അത് ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ട് അമ്മയ്ക്കൊരു പേടി കൊണ്ടാണ് പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഞാൻ കണ്ടു. ശരിയാണോ? അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വഴിതെറ്റി പോകുന്നുള്ള പേടിയാണ്. അല്ല, അതിനു മുമ്പേ വഴിതെറ്റിയ ആളായതുകൊണ്ട് എല്ലാ സീസണും ബിഗ് ബോസിൽ ചേട്ടനൊരു വിളി വരാറുണ്ട് എന്ന് കേട്ടി. പോണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. കൂടെയുള്ളത് സാജൻ സൂര്യയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ ഈവനിങ് കനകക്കുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തിരുവനന്തപുരം ബേസ് ആണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, കനകക്കുന്ന് ചേട്ടന് ഫെമിലിയർ ആയിരിക്കും അല്ലേ? ഒരുപാട്. ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുക അങ്ങനെ? വൈകുന്നേരം ഇവിടെ അല്ല, തൊട്ടപ്പുറത്ത് മ്യൂസിയത്ത് ഇഷ്ടംപോലെ ഫ്രണ്ട്സുമായിട്ട് വന്നിരിക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ പണ്ട് കോളേജ് പഠിച്ചപ്പോ ഒരു ലവറുമായിട്ട് വന്നിരുന്നിട്ട് ഇവിടുന്ന് പോലീസുകാരെ ഏൽപ്പിച്ച് ഓടിപ്പിച്ചായിരുന്നു. പെട്ടെന്ന് ഇവിടെ വരുമ്പോ അതാണോ? ഇവിടെ ഇത് തൊട്ടടുത്ത് മ്യൂസിയം അല്ലേ, അപ്പൊ തൊട്ടടുത്ത് ഈ വഴിയാണ് ഞങ്ങൾ നടന്നൊക്കെ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കാണുമ്പോ അതൊക്കെ ഓർമ്മ, കപ്പിൾസിനെയൊക്കെ കാണുമ്പോഴേ ആ ഒരു ഓർമ്മ അതിനൊന്നും ഒരു മാറ്റമില്ല. കനകക്കുന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അത് തന്നെയാണ്. മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് തന്നെ ഓർമ്മ. ഈ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയാൻ ഒരു സ്ഥലമുണ്ടോ തിരുവനന്തപുരത്ത്? തിരുവനന്തപുരത്ത് അങ്ങനെ ഫേവറേറ്റ് സ്പോട്ട് അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, അങ്ങനെ സ്ഥിരം പോകുന്നതൊന്നുമില്ല. എന്നാൽ പോലും നമുക്ക് ഫാമിലി ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ ശംഖുമുഖത്ത് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശംഖുമുഖത്ത് പോയി അവിടെ നിന്ന് ഒരു കോൺ ഐസ്ക്രീമും കഴിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കടലയും കുറിക്കും ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതങ്ങനെ ഫേവറേറ്റ് ഒന്നും അല്ലെങ്കിൽ സ്ഥിരമുള്ള ഒരു കാര്യമല്ല. എപ്പോഴെങ്കിലും നമുക്കൊന്ന് പോവാം. പിന്നെ രാത്രി ഇപ്പോ ഞങ്ങളിപ്പോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നടക്കാന്ന് പറയുമ്പോൾ എന്റെ കോളനിക്കകത്ത് എനിക്ക് നടക്കാനുള്ള സ്ഥലമുണ്ട്. എന്നാൽ പോലും രാത്രി ആകുമ്പോ നമുക്ക് ഇവിടെ ഒന്ന് റൗണ്ട് നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് മാനവീയത്തിൽ അങ്ങനെ ഇപ്പം പോവാറില്ല. കാരണം മാനവീയത്തിൽ ഒരു പോക്ക് ഇപ്പോഴും ഭയങ്കര ക്രൗഡും ബഹളവും ഒക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. മ്യൂസിയത്തിൽ ഇതുപോലെ തന്നെ രാത്രി 10 മണിക്കൊക്കെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഒരുപാട് നടക്കാൻ ആൾക്കാരും ഉണ്ടാവും. ചുമ്മാ അവരോട് നടക്കുന്ന ഇഷ്ടമാണ്. ഇപ്പൊ ചേട്ടനെ പറ്റി പറയുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന ഒരുപാട് കേട്ടുമടുത്ത ഒരു ചോദ്യം തരിക, അല്ലെങ്കിൽ കേട്ടുമടുത്തൊരു ഡയലോഗ് ആയിരിക്കും സീരിയലിലെ മമ്മൂട്ടി എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഞാനിത് പറയുമ്പോഴും അങ്ങനെ കേട്ട് ഞാൻ മടുത്തു. ഇപ്പോഴും ആ വിശേഷണം അങ്ങനെ തന്നെയല്ലേ? പക്ഷെ അങ്ങനെ പറയാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് എന്നെ കാണുന്നുള്ളപ്പം എനിക്കൊരു വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത് അതായിരിക്കും. അത് എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വർക്കൗട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറെയൊക്കെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ മമ്മൂക്കയായിട്ട് താരതമ്യപ്പെടുത്താൻ യാതൊരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെയൊക്കെ ഒരു സിനിമയിലും അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും നമ്മൾ കൊതിയോട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ മമ്മൂക്കായിട്ടുള്ള പേര് വെച്ച് കേൾക്കുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിനെ പോലെ ആയാ മതിയായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഗീതാ ഗോവിന്ദാണ്. ഇൻസ്റ്റാഗ്രാമില് മുഴുവൻ ഗീതാ ഗോവിന്ദം ലവേഴ്സ് തന്നെയാണ് കാണാനുള്ളത്. ചേട്ടനും അതുപോലെ ആ റീലൊക്കെ കാണുന്നുണ്ടോ? എല്ലാം കാണുന്നുണ്ട്. കാരണം അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഞാൻ ഈ ഗീതാ ഗോവിന്ദം തുടങ്ങിയ സമയത്ത് നമുക്ക് ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു. അപ്പൊ അന്ന് ഈ മമ്മൂട്ടി എന്നുള്ള വിളിയൊന്നും അല്ല, അന്ന് വിളിക്കുന്ന ഈ കിളവന് വേറെ പരിപാടിയൊന്നും ഇല്ല, ഇപ്പോഴും പ്രേമിച്ചുകൊണ്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇയാള് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു 50 എപ്പിസോഡ് അങ്ങനെയായിരുന്നു. ഇപ്പം എന്താ ഒരു പ്രൊഫഷണൽ ജലസി പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ള ആരെങ്കിലും തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? പ്രൊഫഷണൽ ജലസി ആണോ അല്ലെങ്കിൽ എന്താണ് ആൾക്കാരുടെ ഒരു ജലസിയുടെ ഭാഗമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആ സമയത്തൊക്കെ ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കുമത്. പിന്നെ ഞാനത് വായിക്കില്ല, കാരണം അത്രയ്ക്ക് നെഗറ്റീവ് ആയിരുന്നു. ഗീതാ ഗോവിന്ദത്തിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് അത്രയ്ക്ക് നെഗറ്റീവ് ആയിരുന്നു. ഒക്കെ ഈ പറച്ചിലൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടം കുട്ടികൾ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് ഗീതുവിനെയും ഗോവിന്ദിനെയും രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരാളൊരു ഫാൻ പേജ് തുടങ്ങി. അപ്പൊ എന്നോട് വിളിച്ചു ചോദിക്കും ഇങ്ങനെ എനിക്കൊരു ഫാൻ പേജ്. അവർ എനിക്കൊരു ഫാൻ പേജ് വേണ്ട, എനിക്ക് അതിന്റെ ഒരു ഫാൻ പേജിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ സീരിയലിൽ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ഒന്നുമില്ല, അതൊരു ഫാൻ പേജിന്റെ ആവശ്യമില്ല. നിങ്ങൾ തുടങ്ങണേ ഗീതാ ഗോവിന്ദൻ തുടങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ ഒരാൾ തുടങ്ങി, രണ്ടാൾ തുടങ്ങി, എനിക്ക് വേണം അതിപ്പോ ഒരു 10, 20, 25 മുകളിൽ ഉണ്ട്. അവര് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവര് പ്രോത്സാഹിപ്പിക്കുന്ന മാത്രമല്ല, അവർ ചീത്തൊളിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത് മോശമാകുമ്പോൾ നമുക്ക് അത്ര ജെനുവിൻ ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഈ അടുത്ത കാലത്ത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കണ്ടന്റ് വന്ന സമയത്ത് അവർ പറഞ്ഞു ഗീതാ ഗോവിന്ദൻ ഞങ്ങൾ കാണുന്നത് നിർത്തി ഇനി കാണരുതെന്ന് ക്യാമ്പയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇട്ടവര്. ഓ അപ്പൊ അത്രയ്ക്കും ഭയങ്കര ഹാർഡ് കോർ ഗീതാ ഗോവിന്ദം ഫാൻസ് ആണ് അവര്. അപ്പൊ നമുക്ക് അവർക്ക് ഒരു വില കൊടുക്കണമല്ലോ. അതുകൊണ്ട് അറിയാം അത് ജെനുവിൻ ആണെന്ന് നമുക്ക് അത് നമുക്ക് പറയാൻ ഭയങ്കര പറ്റും. ജെനുവിൻ ആണെന്ന് അറിയാം. അവർ നമുക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ്, നമ്മുടെ പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ തപ്പിപ്പിടിച്ച് അവരതിന്റെ പിറകെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം എന്ന് പറയില്ലേ, ഉം. ആ സമയം അവർ നമുക്ക് വേണ്ടി തരികയല്ലേ. ആ. അതിന്റെ ഒരു ഇഷ്ടമുണ്ട് അവരോടും ഉം. ഈ പിള്ളേരോടും. ഇത് ഈ സമയം കണ്ടെത്തുന്നത് പറഞ്ഞപ്പോഴാണ് സിനിമാ നടൻ അജിത്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കൊക്കെ വാഴുക വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം എന്ന് പറയുന്ന പോലെ ആ. ഉപദേശിക്കാറുണ്ട്. ഈ വിളിച്ചു ചോദിക്കുമ്പോൾ എന്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, അങ്ങനെ ഒരു അല്ല, ഉപദേശം. സീരിയസ് ആയിട്ട് അതുണ്ട്. കാരണം ഉം. വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഇതേപോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എക്സാം ആണ്, അതുകൊണ്ട് പേജ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞു. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ പേജ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അത് ഞാൻ അതിന്റെ കൂടെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു അത് വേണ്ട, ഉം. നീ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ഇത്ര കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, 1, 2, 3 മാസമല്ലേ ഉള്ളൂ അതിന്റെ എക്സാം പഠിക്കുന്നതൊക്കെ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉം. ഭയങ്കര. അപ്പൊ അതിനകത്ത് ഒരു കുട്ടി ഇപ്പോ പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പം അർച്ചന എന്ന് പറയുന്ന കുട്ടി ഇപ്പോ ഡെലിവർ ആയുള്ള ഒരു ഇരട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും ആ സമയത്ത് മാറി നിൽക്കും. അപ്പം നിങ്ങളൊന്ന് മാറി നിൽക്കും, ഈ കാര്യം സമയത്തൊന്നും ചെയ്യല്ലേ എന്ന് അങ്ങനെ പറയാറുണ്ട്. ആ. പക്ഷെ അവര് സമ്മതിക്കാറില്ല. അവര് ഉം. എല്ലാം ഈ ഒരുപാട് മുതിർന്ന 2-3 കുട്ടികളുണ്ടെങ്കിലും ഏറ്റവും എല്ലാം ബാക്കിയെല്ലാം ചെറിയ കുട്ടികളാ. ആ. ചിലതൊക്കെ +2ഉം 10ാം ക്ലാസ്സും ഒക്കെ ഉള്ളൂ. ഇവരൊക്കെ സീരിയൽ കാണുന്നു പറയുമ്പോ നമുക്ക് അല്ലേ. അല്ല, അത് വളരെ കുറച്ച് നമ്പേഴ്സ് ആണ് എന്നറിയോ. അത് ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഒരു പ്രണയമുള്ളത് കൊണ്ട് പിള്ളേർ അതിനകത്ത് വന്നതാണ്, വേറൊന്നും കൊണ്ടല്ല. അല്ലാതെ ഒരു ഭയങ്കര ഉം. ഈ ഭയങ്കര ടോർച്ചർ സാധനമോ അല്ലെങ്കിൽ ഭയങ്കര സെന്റിമെന്റ്സോ ഒക്കെ ആണെങ്കിൽ അവര് വരില്ല. വരില്ല. അപ്പോ അവർക്ക് അവരുടേതായ ജനറേഷൻ ആസ്വദിക്കുന്ന ഒരു പ്രണയം ഇതിനകത്തുള്ളത് കൊണ്ടാണ് പ്രണയം, അവർ വന്നത്. കുറച്ച് ആ പ്രണയത്തിലെ കുറച്ച് കുസൃതികള് അതെ, അതൊക്കെ. പ്രണയവും അതിനകത്തുള്ള കുസൃതികളും. പിന്നെ ഇത് എന്താ പറയാ, ഇപ്പൊ എല്ലാം സിനിമാറ്റിക് അല്ലേ. അതെ അതെ. ഇപ്പൊ നമ്മൾ ജീവിതത്തിൽ ഇപ്പം ഞാൻ ഇതിനകത്തുള്ള പ്രണയങ്ങളെല്ലാം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് എനിക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെയാ പോയപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഉം. അപ്പൊ രാത്രി ഇരുന്ന് അപ്പം ഞങ്ങൾ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ശിവപ്രസാദ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ്സും കൂടെ എല്ലാം വന്ന് കുട്ടികളെല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ സംസാരിച്ചപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു അയ്യോ ഇത് ഞങ്ങളുടെ ഗോവിന്ദല്ല. അല്ല, ഇത് ഗോവിന്ദല്ല, ഇത് എനിക്ക് എന്റെ സ്വഭാവമുണ്ട്. ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വേറെ മീൻസ് ഒരു റൈറ്റർ എഴുതി ക്രിയേറ്റ് ചെയ്ത് വന്നൊരു സാധനം ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആ സ്വഭാവമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് എന്താ പറയാ അത്രയ്ക്കൊന്നും നല്ല ആളൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞു. അല്ല, വൈഫ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഓ ആ സീരിയൽ എന്ത് ആ, റൊമാൻറ്റിക് ഉറപ്പായിട്ടും. ആണ് അത് ഓരോന്ന് കാണുമ്പോഴും പറയൂല്ലോ നിങ്ങളെ ഈ. അപ്പൊ ഞാൻ പറയും പുറത്തു പോകുമ്പോ ആളുകൾ പറയുന്ന കേട്ടാൽ നിങ്ങളെ എനിക്കല്ലേ അറിയാവൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണെന്നുള്ള എനിക്കറിയാവൂ. നിങ്ങൾ യഥാർത്ഥ സ്വഭാവം ഞാൻ ചെയ്യുന്ന ഒറ്റ എണ്ണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അല്പം റൊമാൻറ്റിക് ആവും ചേട്ടാ ഇതുപോലെ. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് പിള്ളേർക്കൊക്കെ അത്തരം റൊമാൻസ് കാണുമ്പോ അവരുടെയോ നമ്മുടെയോ ഒന്നും ജീവിതത്തിലില്ല. അപ്പൊ ഇല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ, എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ കുട്ടികളെല്ലാം ഇതിന്റെ പിറകെ വരുന്നതും ഇത് ഉം. എഡിറ്റ് ചെയ്ത് കൂട്ടുന്നതും ഒക്കെ. ആ. ഓക്കെ, നല്ല കാര്യമാണ്. കാരണം ഇന്നിപ്പോ ഈ സമൂഹത്തിലെ നമുക്ക് അത്തരം പ്രണയങ്ങൾ ഭയങ്കര കുറവാണ്. ഉം. അപ്പം ഇപ്പോഴത്തെ പ്രണയങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതേ പ്രണയം വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പം അത് മണ്ണെണ്ണ ഒഴിച്ച് മാത്രല്ല ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രണയത്തിന് തന്നെ പല പേരാ, സിറ്റുവേഷൻഷിപ്പ് ആ, അങ്ങനെയൊക്കെ അതെ പറഞ്ഞു അതെ. പല പേരുകള്. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് ഇതിന്റെ ഏതൊക്കെ പേരിലാണ് എന്നുള്ളത്. അതായത് കുറെ പേര് എൻ്റെ അടുത്ത് ഈ പല പേരുകളും ചോദിച്ചിട്ടുണ്ട്. ഈ ഉം. സിറ്റുവേഷൻ ഇങ്ങനെയുള്ള കുറെ പേരുകൾ. ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിഞ്ഞൂടാ. എനിക്കിപ്പോ ഒരാളോട് നമുക്കൊന്നേ പ്രണയം അറിയൂ, തോന്നിയാൽ അത് പ്രണയം. നമുക്കൊന്നേ ഒറ്റ പ്രണയം അല്ല. ഇതിപ്പോ ഈ വാലന്റൈൻസ് ഡേ 7 റോസ്റ്റ് ആ അങ്ങനെ റോസ് ഡേ, പ്രപ്പോസൽ ഡേ, കിസ് ഡേ എന്നൊക്കെ kiss day, പറഞ്ഞിട്ട് ആ. 7 സാധനമായി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇപ്പൊ നമുക്കൊക്കെ ഇതെല്ലാം ഒരു ഡേ ആയിരുന്നു. നമുക്ക് ഒറ്റ ഡേ ആയിരുന്നു. ആ ഒരു ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരിക. ഉം. എല്ലാം മാർക്കറ്റിംഗിന്റെ ഭാഗം, വേറെ ഒന്നും അല്ല. അപ്പൊ ആ സമയത്ത് ഈ അഭിനയിക്കുമ്പോഴും ഇങ്ങനെ ചില സീൻസ് ഒക്കെ റൊമാൻറ്റിക് ആയി വരുമ്പോ തോന്നാറുണ്ടോ സ്വയം ഉള്ളില് ആ പ്രായം അങ്ങോട്ട് പറയോ ഇത് നമുക്ക് ഇല്ല, കുറച്ച് ചളുപ്പാണോ? ആ സാധനം മാത്രം ചളിപ്പ് വരാറുണ്ട് കേട്ടോ. ചില ഉം. സീനൊക്കെ ഉം. ചളിപ്പ് കൂടുതലും വരുന്നത് നമ്മള് സീരിയൽ ആയതുകൊണ്ട് ഉം. നമുക്ക് ഒരുപാട് പുതുമ പറയാൻ പറ്റില്ല. ആ. അപ്പം ആവർത്തനങ്ങൾ എഴുതി വരാം. ഈ ആവർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ച് ചളിപ്പ് തോന്നിയേക്കാം. ഉം. അല്ലാതെ അങ്ങനെ ഒന്നാമത്തെ കാര്യം എന്നറിയാം, നമ്മൾ ഇതിൽ അപ്ഡേറ്റഡ് ആണ്. ആ. നമ്മൾ സിനിമ കാണുന്നുണ്ട്, ഒരുപാട് സിനിമ കാണുന്നുണ്ട്, കഴിയുന്നിടത്തോളം വായിക്കുന്നുണ്ട് ഒക്കെ. അപ്പൊ അത്തരം നമ്മൾ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിനോട് ചേർന്ന് പോകാൻ നമുക്ക് പറ്റും. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അതെ, കാര്യങ്ങളല്ല. ആ. ഇത് അഭിനയിക്കാം. ഉം. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ പൃഥ്വിരാജും അവരും ഒക്കെ നമുക്ക് പ്രണയമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും ആഗ്രഹം തോന്നില്ല, എനിക്കും എന്തെങ്കിലും ഈ സമയം ചെയ്യാൻ പറ്റും.
അപ്പൊ ഇപ്പോഴത്തെ പുതിയ നസ്ലിനാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തില്ല. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്കും അത് ചെയ്യാൻ കിട്ടുമ്പോൾ നമ്മള് മറ്റേ സിനിമാറ്റിക് ആയിട്ട് ചെയ്യുന്നു, നമ്മളത് സീരിയലായിട്ട് ചെയ്യുന്നു. അതില് ഈ ഗീതാ ഗോവിന്ദം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോ അതില് ചില കമന്റ്സിൽ പറയാറുണ്ട്, നായകനായി തുടങ്ങിയ ആളാണ്, അയാൾ ഇന്നും നായകൻ തന്നെയാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ നായകനായി തുടങ്ങി ഇന്നും നായകനായി തുടരുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമാണോ? കാരണം പലരും പല റോളുകളിലേക്ക് മാറുന്ന സമയത്താണ് ചേട്ടൻ ആ നായകനായി വന്ന സമയം ഇപ്പോഴും നായകനായി തന്നെ തുടരുക. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് നായകനായിട്ടല്ല ഞാൻ വന്നത്. ഈ അതിലൊരു കമന്റ് ആണ്, അയാൾ നായകനായി വന്നയാളാണ്, അയാൾ ഇപ്പോഴും നായകൻ തന്നെയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ നായകനായി തുടങ്ങി ഇപ്പോഴും 20 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞു, 25 വർഷം ഞാൻ പറഞ്ഞ അതേന്നറിയാം. അത് കൂടെയുള്ള ആൾക്കാരൊക്കെ അച്ഛന്റെ ക്യാരക്ടറിലോട്ട് മാറിയതിന്റെ ഒരു പ്രശ്നമായിരിക്കാം ആളുകൾ അങ്ങനെ ചോദിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറെ അപ്ഡേറ്റ് ആവുക. ഇപ്പൊ നമ്മുടെ സീരിയലിലുള്ള എല്ലാവരുടെയും ഒരു പ്രശ്നം, ഞാൻ ഇപ്പൊ വരുന്ന പുതിയ തലമുറയുടെ ഒരു പ്രശ്നം കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ അഭിനയം അവർക്ക് വെറും ഒരു തൊഴിലാണ്, അവർക്ക് പാഷൻ ഇല്ല. ഇപ്പൊ മുമ്പുണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചും ഒക്കെ ഈ അതിൽ അല്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അവർക്കൊന്നും ഒരു പാഷൻ അല്ല. വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നു, ഇപ്പൊ എങ്ങനെ ചെയ്യുന്നു, എന്ത് ഡ്രസ് ഇട്ട് ചെയ്യുന്നു, നിന്റെ കോലം എന്താണ്, ഇതൊന്നും അവർ നോക്കാറില്ല. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്കൊരു വർക്ക് വരുമ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ തലം ഇപ്പൊ നമ്മുടെ സീരിയലിലോട്ട് വരുന്നവരുടെ എല്ലാം പ്രശ്നം ഇതാണ്. ഇവര് വരുന്നു, ആദ്യം എടുക്കുന്നു, ഒരു ലൊക്കേഷനിലോട്ട് ഫസ്റ്റ് എന്ന് ചോദിക്കുന്നത് എനിക്ക് ഇന്ന് എത്ര സീനുണ്ട്, ഇന്ന് എനിക്ക് എപ്പോൾ പോകാൻ പറ്റും, ഇതാണ് അവർ ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് 10 സീനുണ്ടോ? അയ്യോ 10 സീനുണ്ടോ എന്ന് പറയാം. അപ്പൊ അത്രയും സ്ക്രീൻ പ്രസൻസ് അവർക്ക് വേണ്ട. അവർ വന്നു അഭിനയിക്കുന്നു, അവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, അവർക്ക് അടുത്ത പരിപാടി ചെയ്യണം. എന്നാ നിനക്ക് നാളെ ഷൂട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു, അയ്യോ ഷൂട്ടില്ലേ? അതിന്റെ മനസ്സിൽ കൂടെ പോകുന്നത് എന്താ, എനിക്ക് സീനില്ലേ, എനിക്ക് ചെയ്യാനില്ലേ എന്നല്ല, അയ്യോ നാളത്തെ എന്റെ പൈസ പോയി. അപ്പൊ ഇത്തരം ചിന്തകൾ മാറ്റി വെക്കണം. നമ്മൾ ചെയ്യുന്നതിനകത്തുനിന്ന് ഇത്തരം ചിന്തകൾ മാറ്റി വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ ഇന്നത്തെ കുട്ടികളടുത്തൊക്കെ പറയുകയാണ്, നാളെ കടപ്പുറം സീനാണ്, അയ്യോ വെയിൽ കൊണ്ട് ടാൻ അടിച്ചിട്ടുണ്ടല്ലോ, ടാൻ അടിച്ചിട്ട് എനിക്ക് വെയിലടിക്കാൻ ഞാൻ പിന്നെ എങ്ങനെയാ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇന്നലെ മമ്മൂക്കയും പിഷാരുടെയും കൂടെ ഉള്ള ഇന്റർവ്യൂ കണ്ടായിരുന്നപ്പോ അതിനകത്ത് മമ്മൂക്ക പറയുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഫുൾ വെയില് ദിവസങ്ങളോളം കൊണ്ടിട്ടുണ്ട്. അത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇതേപോലെ നിന്നിട്ട് ഞങ്ങളുടെ 2 പുറമൊക്കെ പൊളിഞ്ഞു, കാലിന്റെ പാദത്തിൽ അത്രയും ഭാഗം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക്. എന്നിട്ട് നെക്സ്റ്റ് ഡേ തുണി കെട്ടി വെച്ച് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ മമ്മൂക്കെ പോലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പിള്ളേർക്കൊന്നും ഇൻസ്പയർ ആവില്ല. വെയിൽ കൊണ്ടാ ടാൻ അടിക്കും. അത് കഴിഞ്ഞ് അപ്പൊ എന്നാ ഞാൻ അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വെയിലടിച്ചാൽ കറക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ വെയിലടിച്ചാൽ കറക്കൂലായിരിക്കും, പക്ഷെ ഞാൻ പൊള്ളുവേണ്ട അദ്ദേഹം. നമുക്ക് പൊള്ളുന്നതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക് ഇതൊന്നുമല്ല, അവർക്ക് വരണം ഫോട്ടോ ഷൂട്ട് പോലെ ഇരിക്കണം, നല്ല വൃത്തിയായി, ഞാൻ നല്ല ഗ്ലാമർ ആയിരിക്കണം, പുറത്തു പോകുമ്പോൾ 10 ആൾക്കാർ കാണണം, 2 ഇനോഗ്രേഷൻസ് വരണം, അതനുസരിച്ച് കുറെ കടകളിൽ പോയി ഈ പറയുന്ന പോലെ ഈ കൊളാബ്സ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളിലോട്ട് ഇത് മാറി അഭിനയം എന്ന് പറയുന്ന ഒരു സീരിയസ് വിഷയം ഇവിടെ ഇല്ലാതായി. അങ്ങനെ ഇല്ലാതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു കഥാപാത്രത്തെ വിളിക്കുന്നു, എന്തെങ്കിലും കോസ്റ്റ്യൂം മതി, ആ കോസ്റ്റ്യൂം ഇടുക, അഭിനയിക്കുക. ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ ചില ചാനലുകളിൽ ചില ഡയറക്ടേഴ്സ് ഒന്നും പറയില്ല. കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞില്ലേ ചേട്ടൻ, ഈ കോസ്റ്റ്യൂം കാരണം ഇപ്പൊ സീരിയലുകൾ വല്ലാണ്ട് ട്രോൾ ഏറ്റുവാങ്ങുന്നുണ്ട്. കാരണം ഇപ്പൊ പഴയ കാണുന്ന സീരിയലുകൾ പോലെയല്ല, ഇപ്പം അടുക്കളയിൽ പോലും പട്ടുസാരി ഉടുക്കുന്ന നടിമാരല്ല. അതൊരു എനിക്ക് തോന്നുന്നു ആ ഒരു സംസ്കാരം 10-15 വർഷമായി വന്നിട്ട്. എനിക്ക് തോന്നുന്നു 2010 സമയത്തൊക്കെ അവർ എന്താ ഒരു 10 വർഷത്തോളം ആയി കാണും അങ്ങനത്തെ ഒരു സംസ്കാരം വന്നിട്ടുണ്ട്. അതില് കുറ്റം പറയാൻ എന്നറിയോ, ഇത് കാണാത്തവര് ഈ കുറെ ട്രോളുകൾ മാത്രം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈ പ്രൊമോ കാണുന്ന ആൾക്കാർ മാത്രമാണ് ഈ ട്രോൾ ഉണ്ടാക്കുന്നത്. ബാക്കി എന്റെ വീട്ടിൽ അമ്മ സാരി ശ്രദ്ധിക്കുന്നുണ്ട്, ഇപ്പൊ എന്റെ വൈഫ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ വൈഫ് നമ്മുടെ സീരിയലിൽ ആരാണ് നന്നായിട്ട് കോസ്റ്റ്യൂം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിച്ചിട്ട് ആ സാരി കൊള്ളാന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് കഥ മാത്രമല്ല ഫോളോ ചെയ്യുന്നത്, അവർക്ക് ആ കോസ്റ്റ്യൂമിനെ കുറിച്ച്. അപ്പൊ നമുക്ക് ചില സമയത്ത് നമുക്ക് ഷൂട്ട് വെക്കാറുണ്ട്. ഷൂട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ആഡ് പോലെ, ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഒരു തുണിക്കടയിൽ കൊണ്ടുപോയിട്ട് ആ തുണിക്കടയുടെ ആഡായിട്ടും കൂടെ നമ്മൾ ചെയ്യും. ആഡായിട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ അല്ലെങ്കിൽ നമുക്ക് ഡയറക്ടർക്ക് നിർദ്ദേശം കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ, നിങ്ങൾ മാക്സിമം സാരി ഒന്ന് കാണിക്കണം. അവിടെ കഥയൊന്നുമില്ല, ഈ മാക്സിമം സാരി കാണിക്കുക. ഈ സാരി കാണാൻ ആളുണ്ട്. അപ്പൊ എന്തിനാണ്? അപ്പൊ ഒരു കാണാൻ ആളുണ്ടെങ്കിലാണ് ഇതിനകത്ത്. പിന്നെ ഇതൊന്നും ഒരു മോശം കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പോ നമ്മുടെ സമൂഹത്തിനെ ചീത്താക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ സംസ്കാരത്തിൽ വിട്ടൊരു കാര്യമല്ല. അപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ വിട്ടൊരു കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ട്രോളാണ്. അതൊരു രസമാണ്. എന്താ പറയാ,
ഞാനിപ്പോ കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അതെ. അപ്പോ ചന്ദനമഴ എന്ന് പറയുന്ന സീരിയലിനെ കുറിച്ച് ഇന്നും ഇപ്പോഴും അതെ. എന്തോരം ട്രോളാണുള്ളത്. പക്ഷെ ആ സമയത്ത് ചന്ദനമഴ ഒരു എത്രയോ വർഷങ്ങളോളം അത് നമ്പർ 1 ഓടി. ആയിരുന്നു. ആ. അവരവരുടെ പൈസ മേടിച്ച് അവരെ പാട്ടിന് പോയി. ഇന്ന് ട്രോളിക്കൊണ്ടിരിക്കുന്നവര് വെറുതെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അവർക്കെന്താ. അതുപോലെ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ബംഗ്ലാവിൽ ഔദ എന്ന് പറയുന്ന സിനിമ, ഭാവനയുടെ നായകനായി എത്തിയ സിനിമ. അതില് കുറെ കോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, നന്നായിട്ട് അറിയപ്പെടുന്ന കുറെ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു. പിന്നീട് എന്തുകൊണ്ടായിരുന്നു, കാരണം ചില സീരിയലിൽ തിളങ്ങുമ്പോഴാണ് സിനിമയിലേക്ക് പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സിനിമ ഒന്ന് കാര്യമായിട്ട് നോക്കാം എന്ന് വിചാരിക്കുക? അല്ല, നായകനായിട്ട് സിനിമ വന്നിട്ട് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1.5-2 വർഷത്തോളം വെറുതെ വീട്ടിൽ ഇരുന്നു. ഉം. അന്ന് എന്റെ ധാരണ ഈ സിനിമ ഇറങ്ങും, ഈ സിനിമ ഇറങ്ങി ഭാവനയോടുള്ള നല്ല പാട്ടൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് സിനിമ എന്നെ പൊക്കിക്കൊണ്ട് പോകും എന്ന് വിചാരിച്ചൊരു മണ്ടനാണ് ഞാൻ. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സിനിമയിലോട്ട് മമ്മൂക്ക പറയുന്നത് പോലെ തന്നെ ഉം. സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. ഉം. അതിപ്പോ ആരായാലും, മമ്മൂക്കായാലും മോഹൻലായാലും ആർക്കായാലും നമ്മളെ ആവശ്യമില്ല ഉം. സിനിമയ്ക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ശ്രമം ഉണ്ടായിട്ടില്ല. ഉം. പക്ഷെ ഇനിയെങ്കിലും ശ്രമിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് എവിടെയോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കിടപ്പുണ്ട്. ഓ. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിന് വേണ്ടിയിട്ട് എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ, ഇപ്പൊ ഒരു നല്ല സിനിമയിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിന് വേണ്ടി എന്നെ ഒരു കുഞ്ഞു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് സഹായിച്ചാൽ ചിലപ്പോൾ ഞാൻ അതിൽ നിന്ന്. ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവുമോ, സാജൻ സീരിയൽ മാത്രമേ സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സാജൻ അല്ല, അങ്ങനെയില്ല. സീരിയലിലായിരിക്കും, അങ്ങനെയില്ല. അങ്ങനെ ഒരു തോട്ട് ആർക്കെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയില്ല. ഇത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരുണ്ടായിരുന്നു. ഇപ്പം ഈ പറയുന്ന പോലെ സീരിയൽ എന്ന് പറയുമ്പോൾ ഉള്ള പ്രധാന മുഖങ്ങളിൽ ഒരാൾ ഞാനാണ്. അതെ. അതെ. ഇപ്പൊ സീരിയൽ എന്ന് പറയും, ഇപ്പൊ നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള സിനിമ എടുക്കും. ആ സിനിമയിനകത്തും എന്റെ പേര് യൂസ് ചെയ്തിട്ടാണ് ഈ റിമി ടോമിയുടെ ക്യാരക്ടർ അയ്യോ സാജൻ സൂര്യ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ സീരിയലിലെ ഇന്നത്തെ പ്രധാന മുഖങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ഒരു മുഖം ഞാനാണ്. കാരണം ഏത് സീരിയൽ പുതിയ തുടങ്ങുമ്പോഴും അതിൽ ചേട്ടൻ ഉണ്ടാവാറുണ്ട്. അല്ല, അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു 10 വർഷത്തിനിടയിൽ ആകപ്പാടെ 5-6 സീരിയൽ ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. ഒരു 5-6 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു വളരെ കുറച്ച് 5 വർഷത്തിനിടയിൽ ചിലപ്പോൾ 4 സീരിയലായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷെ അത്രയും സീരിയലുകൾ ഫെമിലിയർ ആയി. അപ്പൊ അതുകൊണ്ട് ഡെയിലി എന്നെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കുകൾ ഹിറ്റാണ്. ഇപ്പോ ചേട്ടനെ അറിയാത്ത, അതായത് വീട്ടിലിരിക്കുന്ന സ്ത്രീകള് അല്ലെങ്കിൽ സീരിയൽ കാണുന്ന സ്ത്രീകൾ മാത്രമല്ല, അല്ലാത്തവർക്ക് ചേട്ടനെ അറിയാന്നുള്ളതാണ്. കാരണം എനിക്ക് അപൂർവമായിരിക്കും ഇങ്ങനെ സീരിയൽ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ആൾക്കാർ തിരിച്ചറിയാന്നുള്ളത്. തീർച്ചയായിട്ടും. അല്ലല്ലോ, ഒരു കാലഘട്ടത്തില് കുമരകൻ ചേട്ടൻ അങ്ങനെയായിരുന്നു, മുകുന്ദൻ ചേട്ടൻ അങ്ങനെയായിരുന്നു. അങ്ങനെ മീൻസ് ഓരോ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ അതിനകത്ത് ഒരാള് ഞാനെന്നേ ഉള്ളു. അപ്പം ഇത്രയും സീരിയൽ എസ്റ്റാബ്ലിഷ് ആവുമ്പോൾ സിനിമാക്കാർക്ക് അയ്യോ ഇയാളെ മുഖം കാണിക്കുമ്പോൾ അത് വീട്ടിലിരുന്നും കാണുന്നു, സിനിമയിലും കാണുന്നു എന്നൊരു സാധനം കൊണ്ടായിരിക്കും, അത്രയും എക്സ്പോസ്ഡ് ആയി പോയതുകൊണ്ടായിരിക്കും അവർ പരീക്ഷിക്കാത്തത്. അപ്പൊ ഇപ്പൊ ഇതൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പൊ മാറി വരുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പോ പക്ഷെ എനിക്ക് ആ പാട്ടാണ്, കാരണം എനിക്ക് തോന്നുന്നു വേണുഗോപാൽ, സുജാത, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജയചന്ദ്രന്റെ കോമ്പോസിഷൻ. ഞാനിപ്പോഴും വിചാരിക്കും, ഞാൻ അന്ന് എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പാട്ട് നന്നായേനെ, എന്റെ ചിലപ്പോൾ ഒരു കരിയർ മാറിയേനെ. അപ്പൊ അന്ന് അതിനകത്തുള്ള ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. ശ്രമം നടത്തി ഡാൻസ് പഠിക്കാനൊക്കെ പോയി. പക്ഷെ എനിക്ക് ഡാൻസ് പണ്ടേ പറ്റില്ല എന്നൊരു തോന്നൽ എന്റെ എവിടെയോ കിടന്നു. പക്ഷെ അതെനിക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് എന്തും ചെയ്യാന്നുള്ളൊരിതായി. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് അന്ന് കിട്ടിയിരുന്നെങ്കിൽ, അതാണ് ഞാനിപ്പോ പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, അയ്യോ അന്നത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞുപോയി, നമ്മുടെ ജീവിതം കൈവിട്ടുപോയി. പക്ഷെ പാട്ടാണ് ആ പോക്ക് അതിന്റെ ഈ കമന്റുകള്, ഞാൻ കമന്റുകൾ പറയുന്നത് ചിലപ്പോ നമ്മൾ ഈ എല്ലാം കാണുമ്പോ ഇപ്പൊ ഉള്ള ഒരു ട്രെൻഡ് ആണല്ലോ അതിന്റെ കമന്റ് വായിക്കുക എന്നുള്ളത്. അതിലിപ്പോഴും പറയുന്ന ഒന്നുണ്ട്, ഇപ്പോഴും ആളുകൾ കേൾക്കുന്നുണ്ട്, അത് റിപ്പീറ്റ് കേൾക്കുന്നുണ്ട്. ഏതൊക്കെയോ പേജിൽ അത് ഇട്ടപ്പം എനിക്ക് തോന്നുന്നു ആ പേജ് ഏറ്റവും കൂടുതൽ കേട്ട പാട്ട് ഇതാണ്. ചേട്ടനും ഇതിനിടെ ഷെയർ ചെയ്തു? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആരോ പേജിൽ ഇട്ടിട്ട് എനിക്ക് ഷെയർ ചെയ്തു. അപ്പൊ അത് എത്രയോ മില്യൺ ആയ ആ സാധനം. അതിൽ കമന്റും ഉണ്ടായിരുന്നു, സാജൻ സൂര്യ ഷെയർ ചെയ്തത് കണ്ടു വന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ആ പാട്ടിന് ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളത്. കാരണം നമ്മളൊക്കെ ഈ ഇപ്പൊ ബസ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഇപ്പൊ മെലഡി എന്ന് പറയുന്ന ഒരു സാധനത്തിന്, അല്ലെങ്കിൽ പ്രണയ ഗാനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എവർഗ്രീൻ ആണ് നമ്മള്. കാരണം അത്രയും ഭംഗിയായിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത്, കാരണം അതിപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേറെ തന്നെ ഒരു ഓളത്തിലങ്ങ് പോകുന്ന ഒരു പാട്ട്. അതുപോലെ തന്നെ ഈ എല്ലാ സീസണും ബിഗ് ബോസിൽ ചേട്ടൻ ഒരു വിളി വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല, വിളി വരാറല്ല. ഏഷ്യാനിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട്, ഈ നോൺ ഫിക്ഷനില് ആ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് അവരെല്ലാ പ്രാവശ്യവും ചോദിക്കും വരുന്നുണ്ടോ എന്നൊക്കെ. എനിക്കത് ഇതുവരെ അങ്ങനത്തെ ഒരു താല്പര്യം വന്നിട്ടില്ല. ഇപ്രാവശ്യം ട്രൈ ചെയ്യണമെന്ന് തോന്നി? ഇല്ല, ഞാൻ എന്തായാലും എന്തായാലും
2-3 വർഷം ഉണ്ടാവില്ല. അല്ല ഒന്നും അറിയാം, എനിക്ക് അതിനോട് താല്പര്യം വന്നിട്ടില്ല. അപ്പൊ അതിനെ ബിഗ് ബോസിലോട്ട് പോകണം എന്നൊരു താല്പര്യം വന്നിട്ടില്ല. കാരണം എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് ജോലികളുണ്ട്. അപ്പൊ അത് വിട്ടിട്ട് കുറച്ച് ദിവസം 3 മാസം അവിടെ പോയി നിൽക്കാന്നുള്ള ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു മോശം കാര്യമൊന്നല്ല, എനിക്കത് പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. അതെ അതെ, പുറത്തുനിന്ന് കാണുന്നതല്ല, അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ഇപ്പൊ അതിനുള്ള സമയമല്ല. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ ഇപ്പൊ സർക്കാർ ജോലിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ എങ്ങനെയാണ് സർക്കാർ ജോലിക്കിടയിൽ ഈ അഭിനയം കൊണ്ടുപോകാൻ പറ്റുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 6-7 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഒരു സീരിയലേ ചെയ്യുന്നുള്ളൂ. ഒരു സീരിയൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ദിവസം 12 ദിവസം വർക്കേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ഉണ്ടാവില്ല. ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ IGF രജിസ്ട്രേഷനിലെ ക്ലർക്കാണ്. ഓഫീസിലേക്ക് വരുന്നവരൊക്കെ കാണുക, അങ്ങനെയൊന്നുമില്ല. നമുക്ക് തിരുവനന്തപുരത്തെ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. തിരുവനന്തപുരത്ത് ആർക്കും ആരെയും മൈൻഡ്, നമ്മൾ ഇവിടെ വന്നിരുന്നു എത്ര പേര് മൈൻഡ് ചെയ്യുന്നു? ആരും മൈൻഡ് ചെയ്യില്ലത്. നമുക്കാണ് ഒരു ധാരണ, അയ്യോ ഞാൻ വലിയൊരു ആക്ടറാണ്, എന്നെ കാണുമ്പോ അങ്ങനെയൊക്കെ പൊട്ടന്മാരാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ്. ഇവിടെ നമ്മള് സെറ്റ് ചെയ്യുമ്പോഴേ ഞാൻ ക്യാമറമാനോട് പറയായിരുന്നു, അയ്യോ ചേട്ടൻ വരുമ്പോ ഇനി ആൾക്കാർ വരും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. തിരുവനന്തപുരത്ത് ആരും നോക്കില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മളിപ്പോ കുറച്ചൊരു ഗ്രാമപ്രദേശത്തിലൂടെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഫാൻ ബേസ്ഡ് ഒന്നുമില്ല. അങ്ങനെ നമ്മളെ വന്ന് പൊതിയുകയും നമ്മളെ കൊണ്ട് അയ്യോ നിങ്ങൾ വലിയ ആളാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ല, അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം. അയ്യോ ഇങ്ങനെ വർഷങ്ങളായിട്ട് സീരിയൽ കാണുന്നതാണ്, ചിലപ്പോ അയാൾക്ക് അങ്ങനെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ ഈ 25 വയസ്സിലെ വിവാഹം, അത് ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ട് അമ്മയ്ക്കൊരു പേടി കൊണ്ടാണ് പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊണ്ട്, ശരിയാണോ? അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അന്ന് നമ്മൾ ഗ്രാമപ്രദേശത്ത് നിന്ന് വരിക, അപ്പോ ഇവിടെ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഡസ്ട്രി എന്താണെന്ന് അറിയാത്തത് കൊണ്ടുണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ല, അതിനു മുമ്പേ വഴിതെറ്റിയ ആളായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇതിൽ പോയി വഴിതെറ്റേണ്ട കാര്യമൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ മീൻസ് ചിലപ്പോ അമ്മ അതിനടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോ പെട്ടെന്ന് സെറ്റിൽ ആവാം, അച്ഛനില്ല, പിന്നെ ഇനി അടുത്ത അനിയത്തിയുടെ ഒരു കാര്യം നോക്കണം. പിന്നെ അന്ന് അനിയത്തിയുടെ കാര്യം നോക്കുമ്പോൾ അന്ന് അനിയത്തിക്ക് ജാതകത്തിൽ 18 വയസ്സ് 20 വയസ്സിനകത്തോ കല്യാണം നടക്കണം, ഇല്ലെങ്കിൽ കുറെ വർഷം കഴിഞ്ഞ് നടക്കുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഓണം അവളെ കെട്ടിക്കാൻ. അപ്പൊ എനിക്ക് 25 ആവുമ്പോൾ ഞാനും അവള് തമ്മിൽ 7 വയസ്സിന് ഡിഫറൻസേ ഉള്ളു. അപ്പൊ അവൾക്ക് 17 ആയി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻസും ഒക്കെ കൊണ്ട് പിന്നെ അങ്ങ് സെറ്റിൽ ആവുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് പെട്ടെന്ന് കല്യാണം. അതെ അതെ അതെ. മകളുടെ കൂടെയുള്ള ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. പലർക്കും മകളാന്ന് അറിയാഞ്ഞിട്ട് പലരും ആരാണ് സാജൻ സീറോയുടെ കൂടെയുള്ള അല്ല, അതിനകത്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മോളുടെ കൂടെ അവര് വെച്ചൊരു ആ ഒരു ഫോട്ടോഗ്രാഫർ ചെയ്തു തന്നതൊരു പ്രണയഗാനമായിരുന്നു. അപ്പൊ അതിനകത്തുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ മോളുടെ കൂടെ ഫോട്ടോസ് ഇട്ട് അവളെ കൂടെ ഒരു റീൽ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. വൈഫ് ഇത് കേട്ടപ്പോ എന്റെ വൈഫിന്റെ അടുത്ത് ചോദിച്ചു, ഇത് ഓക്കെ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ എനിക്ക് ഓക്കെയാണ് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് പറയണോ, അല്ലെങ്കിൽ അത് പ്രണയഗാനമാണ്, അത് വേണോ എന്ന് ചോദിക്കണം. അപ്പൊ പക്ഷെ എനിക്കിതൊന്നും പോയില്ല. ഞാൻ അതൊന്നും പോവാതെ പാട്ട് നല്ല രസം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് അങ്ങനത്തെ ഒരു പ്രണയഗാനം ആയി പോയതിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് എന്റെ ശ്രദ്ധയില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. ഞാനത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അതിനകത്തുള്ള സത്യം. അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു എന്ന് വൈഫ് ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ഈ പറയും കഴിയുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ കാണാനും കേൾക്കാനും പോവാതിരിക്കുക. നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ പോരെ. അപ്പൊ നമ്മൾ അതിലോട്ട് നോക്കുമ്പോഴാണ് അയ്യോ എന്ന്. അപ്പൊ ഞാൻ അവളിത് പറഞ്ഞപ്പോ ഞാൻ അയ്യോ അത് അബദ്ധം പറ്റി പോയല്ലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായി, അത്രേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു. അതെ, അത് രസമായിട്ട് ആസ്വദിക്കുന്നവർക്ക് ഓക്കെ, അല്ലാതെ നെഗറ്റീവ് കമന്റ്സ് പറയുന്നവർക്ക് അത് വേറെ രീതിയിലാണ്. അപ്പോഴാണ് ആളുകൾ പറയുന്നത് സാജൻ സൂര്യക്ക് ഇത്രയും വലിയ മകളുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് അറിയുന്നത്. അന്നേരമാണ് ഞാൻ ചേട്ടന്റെ ഈ വാർത്ത ഇങ്ങനെ വരുന്നത്. ചേട്ടൻ 25 വയസ്സിൽ കല്യാണം കഴിച്ചതായിരുന്നു, വൈഫിന് 23 വയസ്സുണ്ടായിരുന്നു. രണ്ടാമത്തെ മോളായിരുന്നു, മൂത്തയാള് വലിയ ആളാണ്. അതാ പറഞ്ഞത്. അപ്പൊ ഈ അന്നേരമുള്ള ഒരു ഫാമിലി പ്ലാനിങ് ഒക്കെ ഭയങ്കര ദുഷ്കരമായിരിക്കും അല്ലേ ആ സമയത്തൊക്കെ? ഞാൻ പറയുന്നില്ല, അങ്ങനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു, കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ. മകള് കാണാറുണ്ടോ സീരിയൽസ്? അല്ല, അങ്ങനെ അവര് കാണാം. ഇപ്പൊ ഇളയാളിപ്പം അവള് സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് സീരിയൽ കാണുന്ന സമയം ആ സമയത്ത് ഇരുന്ന് സീരിയൽ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അവർക്ക് നിർബന്ധമുള്ള കാര്യമല്ല. മൂത്തയാൾക്ക് പിന്നെ ഒട്ടും ഇല്ല, അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. നമ്മൾ നിർബന്ധിച്ച് കാണിക്കുന്നതിന് ആവശ്യമില്ല.
അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നോക്കുമ്പോ കാണുന്നത് വേറൊരു സാധനമുണ്ട്, ചേട്ടന്റെ ഒരു ടവൽ ഡാൻസ്. ആ. അത് കുറെ ആയിട്ടുണ്ടെങ്കിലും അതെ, കൂടെ ഉള്ളത്. അതെ 2019 ചെയ്തതാണ് അത്. അത് ഈ എല്ലാ വർഷവും ആരെങ്കിലും ഇതേപോലെ പേജിൽ എടുത്ത് ഓർമ്മ അത് ആ സമയത്ത് അത് അത്യാവശ്യം നല്ല ഹിറ്റായിട്ട് പോവുകയും ചെയ്യും. മീൻസ് അത് ആ സമയത്ത് അന്ന് കാണിച്ച ഒരു ധൈര്യം അത്രേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് ചെയ്യാൻ താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ഒരു പുതുമ പോയി. ഇനിയിപ്പോ രണ്ടാമത് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഏഷ്യാനെറ്റിൽ നിന്ന്. പക്ഷെ എനിക്കത് രണ്ടാമത് ചെയ്യുന്നതിനോട് എനിക്കൊരു താല്പര്യം കുറവുണ്ടായിരുന്നു. അല്ല, റിസ്ക് എന്നാണ് അതിന്റെ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഭയങ്കര പ്രൊഫഷണൽസ് ചെയ്തത് പോലെ അല്ല. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അത് പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ ടവല് താഴെ പോവോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനാണ്. ഇതിപ്പോ നമ്മൾ ആക്ടേഴ്സ് ചെയ്യുമ്പോൾ ആ ടെൻഷനും ഉണ്ട്, അതിനകത്തുള്ള കോമഡിയും വർക്കൗട്ടായി. അങ്ങനെയാ സംഭവിച്ചിരിക്കുന്നത്. പൊതുവില് സീരിയലുകൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പല സീനുകളും നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറയും, ഒരു ഗർഭമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസമാണ് ഗർഭം എന്നൊക്കെ ചോദിച്ചിട്ട്, ഒരു വർഷത്തോളാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വരും. ഈ നീട്ടി വലിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് സീരിയലിന് ഭയങ്കര പ്രശ്നമായി മാറുന്നുണ്ട്. ശരിക്കും അങ്ങനെ ആളുകളെ ബോറടിപ്പിക്കുന്ന ഒരു ഘടകമായത് മാറും. അല്ല, ഈ ആളുകളെ ബോറടിപ്പിക്കുമ്പോഴാണ് അവർ വലിയുന്നു എന്ന് പറയുന്നതും അങ്ങനെ പോകുന്നതും. ഈ ഗർഭത്തിന്റെ കാര്യം പറയാം. നമ്മളിപ്പോ സീരിയലിൽ സംഭവിച്ചൊരു കാര്യം പറയാം. ഇപ്പൊ അതിനകത്ത് പ്രിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന കുട്ടി ഇതിനകത്ത് ഗർഭിണിയാണ്. അപ്പോൾ അതിന്റെ ഒരു ഏകദേശം 2 വർഷം കഴിഞ്ഞാണ്, 1.5 വർഷം കഴിഞ്ഞാണ് പ്രസവിച്ചത് എന്നൊക്കെ ഉള്ള ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് സ്ഥിരമായി കാണുന്നവർക്ക് അതറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തെ കഥ പറയുന്നത് ചിലപ്പോ 5 ദിവസങ്ങളായിരിക്കും ഒരു മാസത്തെ കഥ പറയുന്നത്. അപ്പൊ സ്ഥിരമായി സീരിയൽ കാണുന്നവർക്ക് ഇത് കുഴപ്പമില്ല. ഇത്തരം കമന്റ്സ് ഇടുന്നത് നമ്മുടെ പ്രമോസ് മാത്രം കാണുന്ന ആൾക്കാരാണ്. നമ്മൾ അവരെ മൈൻഡ് ചെയ്ത് പ്രസവിച്ചില്ലേ അന്ന് ഈ പ്രമോസ് മാത്രം കണ്ടിട്ട് വന്ന് യൂട്യൂബിൽ എഴുതുന്ന ഒരു പണിയില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇവർക്ക് ഒരു പണിയും കാണില്ല. ഇവർക്ക് ഇത് മാത്രമാണ് അവരുടെ ജോലി. അവർ ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെ എഴുതും. അപ്പൊ അത് അവരുടെ ഒരു സുഖം, അവരത് കണ്ടെത്തിക്കോട്ടെ. പിന്നെ നമ്മൾ വലിയുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് ഭയങ്കരമായ മോശം പ്രതികരണങ്ങൾ വരും വലിയുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് മാറ്റാനുള്ള നടപടികൾ അവിടെ നിന്ന് അവർ ചെയ്യാറുണ്ട്. എന്തായാലും സർപ്രൈസുകളുടെ കൂട്ടത്തിൽ പറയുമ്പോൾ ചേട്ടനും സർപ്രൈസ് സിനിമകൾ വരട്ടെ എന്നാണ്. അല്ല, എനിക്കും അതാണ്. എനിക്ക് 2025 എനിക്ക് ഒരു എണ്ണപ്പെട്ട ഒരു 1-2 പടം, ഒരു പടമെങ്കിലും 1-2 പടം, ഒരു പടമെങ്കിലും ചെയ്ത് അത് ശ്രദ്ധിക്കപ്പെടണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്തെങ്കിലും സിനിമയിലും കൂടെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു ആക്ടറിന് ഈ പറയുന്ന പോലെ നിലനിൽപ്പില്ല. ഇപ്പം നമ്മളിപ്പോ ഇത് കഴിഞ്ഞ് പൂർണ്ണത, നമ്മൾ തീർച്ചയായിട്ടും സീരിയൽ എന്ന് പറയുന്ന ഒരു പൂർണ്ണത ഇല്ല. ഒരുപാട് പൂർണ്ണത ഇല്ലാത്ത നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെ എടുക്കുന്ന കുറെ സാധനങ്ങൾ നമ്മളെ ഇവിടുത്തെ ഒരു ഫിനാൻസ് വെച്ചിട്ട്. അപ്പൊ നല്ല സിനിമകളുടെ ഭാഗമാവാൻ ഏതൊരു ആക്ടറും ആഗ്രഹിക്കും. അത് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.